ഗൈസ് ക്യൂട്ടല്ലേ തലന്തിരിച്ചാത്തിയ സിനിമ അമ്മ കണ്ട ബാഗ് കഴിക്കണ തന്നില്ല എനക്ക് എങ്കിൽ ആശുപത്രി തന്നെ. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മേഘയുടെ നിന്ന് കഷ്ടപ്പെട്ട് കൈയും കാലും പിടിച്ച് ഞാൻ തായ്ലൻഡിൽ പോയിട്ട് വരട്ടെ എന്നൊക്കെ ചോദിച്ച് സമ്മതമൊക്കെ മേടിച്ച് ഞാൻ പോയിട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. 5 ദിവസത്തെ ട്രിപ്പ്. പക്ഷേ ഇവരുടെ പ്രാക്ക് കൊണ്ടാണോ എന്തുകൊണ്ടാണോ എന്ന് അറിഞ്ഞിട്ട് ഒരു ദിവസം നമുക്ക് വൈകിപ്പ്. കാരണം ഫ്ലൈറ്റ് നമ്മളെ തേച്ചു ഗൈസ്. ഒരു ദിവസം നമ്മൾ പെട്ടുപോയി അവിടെ ലാഗ് അടിച്ച്. അയ്യോ, പിന്നെ അവർ കുഴപ്പമൊന്നുമില്ല, 5 സ്റ്റാർ ഹോട്ടലിൽ സ്റ്റേ ഒക്കെ തന്നെങ്കിലും നമ്മുടെ സമയത്തിന് വില ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അവിടെ നിൽക്കേണ്ടി വന്നു. കുറേ ആൾക്കാർ ഈ ഫ്ലൈ എന്ന് പറയുന്നുണ്ട്, പക്ഷെ ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല. പക്ഷേ മേഘയുടെ പ്രാക്കിലാണ് പോയത്. എനിക്കത് പോയി എന്നെ പറഞ്ഞാൽ മതിയല്ല. പക്ഷെ മേഘ പറഞ്ഞ് പോയിട്ട് വരുമ്പോൾ എനിക്ക് ഒരു ബാഗ് നിറയെ സാധനം മേടിച്ചോണ്ട് വരണമെന്ന് ഉള്ളത് മാത്രമുള്ള ഡിമാൻഡ്. അപ്പൊ അങ്ങനെയൊക്കെ സമ്മതിച്ചൊക്കെയാണ് എന്നെ ഞാൻ പോയത്. തായ്ലാൻഡ് ഒന്ന് കാണാൻ പറ്റിയത്. തായ്ലാൻഡ് ഒത്തിരി പറഞ്ഞ് ഈ പറയത്തൊക്കെ ഒത്തിരി കുഴപ്പമില്ല, ഭയങ്കര സൂപ്പറൊന്നും വേണ്ട. നമ്മളെ മലേഷ്യ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പോൾ നീ പറഞ്ഞത് ഒരു പെട്ടി നിറയുന്ന സാധനമായിട്ടാണ് വന്നേക്കണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ തായ്ലാൻഡിൽ നിന്ന് ഞാൻ ഇവർക്ക് ഈ 2 പേർക്ക് കൂടി മേടിച്ച സാധനങ്ങളാണ്. അതിന് ഇംഗ്ലീഷിൽ എന്തോ പറയുമല്ലോ, what I bought from Thailand. Yes, what I bought from Thailand. Okay guys, ഇപ്പോഴാണ് ദുബായ്ക്കാരൻ്റെ ഫീൽ വന്നല്ലേ എനിക്ക്. ഞാനും ഇത് വന്നപ്പോ പുറത്തുനിന്നൊക്കെ വരുമല്ലേ, പണ്ട് പപ്പയൊക്കെ വരണ്ട ഒരു ഫീല്. അതല്ലേ, നിങ്ങൾ കൊണ്ട് സർപ്രൈസ് ആയിട്ട് കുറച്ച് സാധനങ്ങൾ ഞാൻ മേടിച്ചിട്ടുണ്ട്. അതെ തുലുമ, 5 ദിവസം അച്ഛനെ കാണാത്തപ്പോ നീ എന്താ വിളിക്കാത്ത ഫോണില്? ആ വഴിക്ക് അങ്ങ് പോയെന്ന് വിചാരിച്ചോ? രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചു. അതിരിക്കണത് ക്യാമറ ഉണ്ട്, അതിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കും, വേറെ ഒന്നും വേണ്ട. ആദ്യം ഞാൻ ഇത് മേടിച്ചത് സഫാരി വേൾഡിൽ നിന്നാണ് കേട്ടോ. നമ്മൾ ലാസ്റ്റ് ദിവസം പോയ സഫാരി വേൾഡ് എന്ന് പറയുന്ന സ്ഥലത്തിൽ തുലുമയ്ക്ക് അനുസരിച്ച് ചെറിയൊരു ക്യാപ്പ് കണ്ട് കുത്തപ്പെട്ടു. അപ്പോൾ സത്യം പറയാ ഈ കുഞ്ഞു പിള്ളേർക്ക് ഇവക്ക് ആയിട്ടുള്ള സാധനങ്ങളൊന്നും ഇല്ല. ആ തുലുമയ്ക്ക് പപ്പാച്ചിയുടെ മക ഒരു ക്യാപ്പ് ആയിവാ വെച്ചോണ്ടിരിക്കടാ. ഗൈസ് ക്യൂട്ടല്ലേ തലന്തിരിച്ചാത്തിയ തുലുമ. സിംഗത്തിനെ ആനക്കുട്ടി, സോറി, സിംഗല്ല, ആനക്കുട്ടി. ആ വാലുണ്ട് കേട്ടോ, വാലുണ്ട് ബാക്കി കണ്ട നല്ല രസമുണ്ട് കേട്ടോ. തൊപ്പി ഊരിപ്പോയല്ലോ അമിച്ചെടുത്തിട്ട് കേൾക്കുന്നു. ഇത് ഞാൻ ക്ലോത്തിങ് മാർക്കറ്റിൽ പോയിട്ട് അവിടുത്തെ ഹാൻഡ് മെയ്ഡ് ചെയ്ത് എടുത്ത തുലുമച്ചിന്റെ ഡ്രസ്സാണ്. കണക്കാവൂല്ലെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ അവിടെ അടുത്ത് കഷ്ടപ്പെട്ട് കുറുവിയാണ് മേടിച്ചത് സാധനം. വില പേശിയൊക്കെ അത് വീഡിയോ ഉണ്ട്, വീഡിയോ നിങ്ങൾ കണ്ടായിരിക്കും. ഇത് കുറച്ച് വലുതാണ് കേട്ടോ, കുറച്ച് പക്ഷെ കൊള്ളാം, നല്ല രസമുണ്ടല്ലേ. ഒരു മാസം കൂടി കഴിയുമ്പോഴത്തേക്ക് ഇട്ടോണ്ട് പുറത്തിറങ്ങാം കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ചിരിച്ചേ. ഗൗരവം കണ്ണാടി നോക്കിക്കൊണ്ടിരിക്കുവാണ്. കണ്ണാടി നോക്കിക്കൊണ്ട് ചിരിക്കും. എല്ലാത്തിലും അവിടുത്തെ ദേഷ്യം മൃഗമാണെന്ന് തോന്നുന്നു ആന. ആണെന്ന് തോന്നുന്നു. ഹായ്, കൊള്ളാലോ, കൊള്ളാം, ക്യൂട്ട്. ഇത് അവിടുത്തെ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ നിന്ന് മേടിച്ച ഒരു സംഭവം. നീ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ മേടിച്ചതാണ്. ഓക്കെ, എന്താണെന്ന് പറ. ഇത് ചീപ്പും കണ്ണാടിയോ? വേണ്ടോ? ഒരു കണ്ടപ്പോൾ എനിക്ക് അതിന് ഇഷ്ടപ്പെട്ടു ഈ കണ്ണാടിയെ. ഇപ്പൊ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാനായിട്ട് തൂലിയേക്ക് കൊടുക്കും കുറച്ചുകൂടി കഴിയുമ്പോൾ. കണ്ണാടി നോക്കി ചീപ്പിന്റെ ഒക്കെ ഭംഗി എന്താ ആ ഒരു സംഭവം. നിന്റെ പോകാൻ പറ്റുള്ളൂ, പറ്റും, മറ്റേത് ചെയ്യും. അയ്യാ, ഇന്ന് എനക്കോ കൊച്ചിൻ്റെ ആർക്കാന്ന് വെച്ചാൽ യൂസ് ചെയ്യാം. നിങ്ങൾ തമ്മിൽ അടിക്കാതെ എന്താന്ന് വെച്ചാൽ ചെയ്തോ. ഓക്കെ, തുരുമ അവിടെ എടുത്ത് വെച്ച് കിടന്ന് കരയും. ഇത് ഞാൻ അവിടെ നിന്ന് മേടിച്ച ഒരു നൂഡിൽസ് ആണ് കേട്ടോ. ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിട്ട് 7-Eleven മേടിച്ചാണ് കേട്ടോ. ബാർബിക്യൂ ചിക്കൻ ഫ്ലേവർ ആണ്. അപ്പോ അതൊരെണ്ണം മേടിച്ചു മേയ്ക്ക് വേണ്ടി. അടുത്ത് ഇത് കണ്ടോ, ഇതെന്താന്ന് ഞാൻ സത്യം പെട്ടെന്ന് വിചാരിച്ചു കൊടയായിരിക്കും, പക്ഷെ അല്ല. പക്ഷേ നിനക്ക് തെറ്റി, ഇതൊരു കൊടയാണ് ഗൈസ്. കാരണം കണ്ടപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്റെ ഇത് ഓപ്പൺ ചെയ്യണം.
കാണുമ്പോൾ നല്ല രസമുണ്ട്, അങ്ങനെ മേടിച്ചാണ്. കണ്ടോ ഇവിടെ വിത്ത് ലവ് ഫോർ യു അങ്ങനെ ഒരു സംഭവം കേട്ടോ. കുടപ്പുള ഇതിലിരുന്നപ്പോൾ നല്ല രസമുണ്ട്. അപ്പം അങ്ങനെ അതിന് വേണ്ടിയിട്ട് മേയ്ക്ക് വേണ്ടിയിട്ട് മേടിക്കാണ്. ഇഷ്ടപ്പെട്ടോ? ഞാൻ പൊരുത്തും പോകുന്നില്ല പോലെ ഇത് അടുത്ത് അവിടുത്തെ ഒരു തേനാണ് കേട്ടോ. ഞാൻ വെച്ച് ടൂത്ത് പേസ്റ്റ് ആയിരിക്കും ഇത് കഴിച്ചാ നിന്റെ കണ്ണിന് ഇതൊക്കെ മാറും, ഡാർക്ക് സർക്കിൾസ് ഒക്കെ മാറും. ഹെർബലാണ് അവിടുത്തെ നല്ല തേനാണ്. അതിന് വേണ്ടി 2 എണ്ണം മേടിച്ചു. പിന്നെ രാത്രി വെള്ളത്തിൽ കലയിൽ കുടിച്ചാൽ നല്ലതാണ്. അത് പയ്യെ അത് ഓണാവാത്തതാ. അപ്പൊ അതിനുവേണ്ടി വേണ്ടി മേയ്ക്ക് വേണ്ടിട്ട് 2 തേനിന് ടേസ്റ്റ് എന്തായിരിക്കും? അവിടുത്തെ വേറെ ചില വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും. നോക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. അല്ല അത് ടേസ്റ്റ് ഉണ്ടോ? അതേപോലെ തന്നെ വലിയ വ്യത്യാസം. തേനില്ലാത്തൊരു ടേസ്റ്റ് നല്ല ടേസ്റ്റ്. ഇതും ഞാൻ ലോക്കൽ മാർക്കറ്റിൽ പോയപ്പോൾ മേയ്ക്ക് വേണ്ടി മേടിച്ചാണ്. ഡ്രസ് ഒരു ടോപ്പും അതാ, അതുകൊണ്ടല്ലേ മേടിച്ചേ. ഈ വീഡിയോയുടെ അവസാനം ഞാൻ കാണിച്ചത് അതൊക്കെ നല്ലത്. അപ്പം അങ്ങനെ അതിന് മേടിച്ച ഒരു ഡ്രസ്. മേഗിനി കമ്മല് വേണമെന്ന് പറയില്ല. ഇപ്പം 10 സെറ്റ് കമ്മല് വെച്ചിട്ടുണ്ട്. വരുന്നവര് കാണിച്ചു തരാം. ഇതൊന്നും ഇവിടെ അധികം കാണാത്ത സാധനങ്ങളാണ്. എല്ലാം ഒരു വെറൈറ്റി സാധനങ്ങളാണ്. കണ്ടോ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഇതാ. നല്ല രസമുണ്ട് ഈ കമ്മല്. അങ്ങനെ ഒരു 10 സെറ്റ് അവിടെ അങ്ങനെ മേടിക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. കണ്ടോ? പിന്നെ ഇതൊരു ഉദ്ര ചെയ്ത സംഭവമാണ്. ഇത് ബീട്രൂട്ട് പോലെ ഉണ്ടല്ലേ, ബീട്രൂട്ടിൽ ചെയ്തെടുത്ത സാധനം പോലെ ഉണ്ട്. നോക്ക് ഈ കളർ നല്ല രസമാണ്. ഇതൊരു അമക്ഷരയില്ലാത്ത കളക്ഷൻസ് ആണ് ഇതൊക്കെ. ഇത് കാണിച്ചില്ലല്ലോ. സിമ്പിൾ ആണ് പക്ഷേ തടിയിൽ ചെയ്തിട്ടുള്ള സംഭവമാണ്. എന്താ ഇതെല്ലാം ആയിരിക്കും. ഞാൻ എന്തിനാ അറിയണം? അവിടെ പോയി കണ്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ ഒരു കൈ കൊണ്ടുണ്ടായി. അതിന് വൈറ്റ് ഡ്രസ്സിൻ്റെ കൂടെ ഒക്കെ നിനക്ക് ഇതാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിമ്പിളാണ് പക്ഷേ ആ കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കമ്മലിൻ്റെ എൻ്റെ കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ സാധനം ഭയങ്കര ഇറച്ചിക്കുന്ന കളറല്ല പക്ഷേ ഒരു രസമുണ്ട് സാധനം. ഇതൊരു ത്രികോണം മോഡൽ സിമ്പിൾ അല്ല, ഹാൻഡ് മെയ്ഡ് ആണ് കേട്ടോ എന്നാണ് അവർ എഴുതിയിരിക്കുന്നത്. ഇത് 5 എണ്ണം എടുത്താൽ 100 ബാത്ത്, അതായത് ഇവിടുത്തെ 300 രൂപ. ഇതും അവിടെ നിന്ന് മേടിച്ച് തന്നെയാണ്. ഒരു ഹാൻഡ് മെയ്ഡ് ഡ്രസ്സ് എനിക്കുള്ള ഇതൊരു ഇതെനിക്കൊന്നും സ്ലീവ്ലെസ് ഒരു ബീച്ച് വെയർ പോലെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. ഇപ്പോഴേലൊക്കെ പോകുമ്പോൾ ഇടാം, അല്ലാതെ യൂസ് ചെയ്യാം. ഇത് ലാസ്റ്റ് മേഘ വെയർ ചെയ്ത് കാണിക്കുന്നതായിരിക്കും. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. എങ്കിലേ എനിക്ക് മനസ്സിലാവും സാധനം. ഇനി ഇത് അവരുടെ തന്നെ തായ്ലാൻഡിലെ ആൾക്കാരുടെ ഒരു കോസ്റ്റ്യൂം. അത് യെസ് ഇത് ഇടുന്നത് ഒരു വേറൊരു രീതിയിലാണ്. അത് ഞാൻ പഠിച്ചു. പാൻറ്റും അതെ. ഇതൊക്കെ ഫ്രീ സൈസാണ് നമുക്ക്, അതായത് ആൾക്കാർക്ക് അത് യൂസ് ചെയ്യാം. അവസാനം ഇത് കാണിച്ചു തരാൻ കേട്ടോ. എങ്ങനെയാണ് ഇതൊരു പല്ലാസോ എന്നല്ല പറഞ്ഞു. അതുപോലത്തെ ഒരു പാൻറ്റാണ്. ഇതിലൊരു നേക്കൊക്കെ ഉണ്ട്, കെട്ടിയൊക്കെ വേണം അത് എടുക്കാനായിട്ട്. ഒരു 5 സെറ്റ് ഞാൻ സോപ്പ് മേടിച്ചു. വെറും സോപ്പെന്ന് വിചാരിക്കും, പക്ഷേ ഇതിൻ്റെ ഒരു സ്മെല്ല് കണ്ടിട്ട് ഞാൻ എടുത്താണ്. സോപ്പാണ്. എൻ്റെ മണം നോക്കി ഏത് ഫ്ലേവർ എന്ന് അറിയാൻ പറ്റും. പൈനാപ്പിൾ തന്നെ അറിയാൻ പറ്റും. നല്ല പൈനാപ്പിളിൻ്റെ മണം. അവിടെ പൈനാപ്പിളും സൂപ്പറാണ്. അതുപോലെ തന്നെ ഓരോ ഫ്ലേവർ ഉണ്ട് കേട്ടോ. നല്ല മണം. എങ്കിൽ ആശുപത്രി തന്നെ. ഇത് റോസാണ്. മണം എന്താണോ? എനിക്ക് ഇഷ്ടപ്പെട്ടു പൈനാപ്പിൾ ഭയങ്കര. അവിടെ പൈനാപ്പിള് അവർ പഞ്ചസാര ഇട്ട് തരില്ല, അല്ലാത്ത അത് തന്നെ ഭയങ്കര ടേസ്റ്റാണ്. ഇത് ലാവൻഡർ കുഴപ്പമില്ല, കൊള്ളാം. ജാസ്മിനും പൈനാപ്പിൾ വീട്ടുകാർക്ക് ഒന്നും കൊണ്ടുവന്നില്ലെന്ന് പറയണില്ല, അവർക്ക് ഓരോന്നായിട്ട് കൊടുക്കാം. പ്രശ്നം ചെയ്യുന്നത് പക്ഷേ പൈനാപ്പിൾ ഞാൻ എടുത്തു. ഇത് പൊളി സാധനം, പൊളി വേണം. ജാസ്മിന്റെ മണം വേണ്ട. ജാസ്മിനും പൈനാപ്പിൾ ഇഷ്ടപ്പെട്ടു. പെപ്പർ മിന്റ്
ഓ ഒമ്പോ മിന്റ് കറക്റ്റ് മിന്റിന്റെ വാങ്ങും കറക്റ്റ് മിന്റിന്റെ വാങ്ങും. ഓ കറക്റ്റ് ആ അപ്പോൾ ഇത്ര സാധനങ്ങളാണ് ഞാൻ മേടിച്ചത്. നീ മേഘ ഡ്രസ്സും കൂടി ഒന്ന് വേറെ ഇത് കാണിച്ചു കഴിഞ്ഞാൽ നല്ല ഐറ്റംസ് നോക്കി വാങ്ങാൻ അറിയാം. ഇത് രണ്ടും കൂടി ഒന്ന് വേണം. ഈ മാഗി ഉണ്ട്. ഇനി മാഗി വീണ്ടും ഉണ്ടാക്കട്ടെ. മാഗി ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ടേസ്റ്റ് കൂടി ഉണ്ടെന്ന് കാണിച്ചു തരാം. അതുപോലെ മേഘ ഡ്രസ് ചേഞ്ച് ചെയ്ത് നോക്കാം. ഇതാണ് മേഘയുടെ ആദ്യത്തെ കോസ്റ്റ്യൂം. എങ്ങനെയുണ്ട്? അളവ് പക്കയല്ലേ? ഇങ്ങനത്തെ വേറെ ചെയ്തിട്ടില്ല. ഇങ്ങനത്തെ മോഡൽ അല്ലേ? എനിക്കിത് കണക്കാവോ എന്നുള്ളൊരു ചെറിയ പേടിയായിരുന്നു. പക്ഷേ പക്ക കൊള്ളാം. ഫ്രീ സൈസാണ്. ആർക്കും അങ്ങനെ ഇടാൻ പറ്റുന്നൊരു സംഭവമാണ്. നല്ല കംഫർട്ട് ആയിട്ടുണ്ട്. വെയിറ്റ്ലെസ് ആണ് സാധനം. വെള്ളയാണ് സോ ഹാൻഡിൽ വിത്ത് കെയർ. ഞാൻ ഏത് ഡ്രസ് വാങ്ങിച്ചാലും വെള്ളയാണെങ്കിൽ അത് അധിക കാലം ഓടത്തില്ല. ഓടിയേ പറ്റും മേഘ. ഇപ്പൊ അടുത്ത കോസ്റ്റ്യൂം തായ്ലൻഡ് അല്ലേ? ഫ്രം തായ്ലാൻഡ്. കമ്മല് ഇതും തായ്ലാൻഡ് ഇതാണ് കേട്ടോ. അടുത്ത കോസ്റ്റ്യൂം ട്രൈ ചെയ്യേ. ഇതാണ് മേഘയുടെ സെക്കൻഡ് മോഡൽ ഡ്രസ്. ഇത് തായ്ലാൻഡിന്റെ ചെറിയൊരു അവരുടെ ഒരു ട്രഡീഷണൽ ഡ്രസ്സ് പോലെ. ട്രഡീഷണൽ അല്ല, എന്ത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇങ്ങനെ സ്ലീവ് വരുന്ന ഡ്രസ് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ കഴുത്തിലോട്ട് വരുന്ന സംഭവം. കളർ നല്ല കളർ. ഈ കമ്മലാണെങ്കിൽ ഇതിലൂടെ നല്ല മാച്ച്. അല്ലേ? സ്കൈ ബ്ലൂ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇതൊരു വേറെ രീതിയിലാണ് ഈ ഡ്രസ്സ് ഇടുന്നത് തന്നെ. മനസ്സിലായി? ഇതും ഫ്രീ സൈസാണ്. ഇത് ആർക്കും എനിക്ക് അളവ് കറക്റ്റാവുന്നുള്ള പേടി ഉണ്ടായിരുന്നു. അവർ പറഞ്ഞ് ഫ്രീ സൈസാണ്, ആർക്കും വേണം ഇടാന്നുള്ള. കൊള്ളാം, നൈസ്. ഇതായിരിക്കും അപ്പം നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സ് അല്ലേ? പറ്റത്തില്ല, അതാണ് വേറെ ഡ്രസ്സ്. ബാലി പോകുമ്പോഴാലോ. ഇതാണ് അടുത്തൊരു ഡ്രസ്സ്. എങ്ങനെയുണ്ട്? ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ആ കമ്മലാണ്. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് കമ്മൽ അവിടെ. അപ്പം ഇത്രയാണ് മേടിച്ച ഡ്രസ്സ്. മേഘയ്ക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പൊ ഇനി മാഗിയും കൂടി ഒന്ന് ഉണ്ടാക്കി കഴിച്ചാ ഉണ്ടാക്കാൻ പോവാ. ഇതിൻ്റെ അകത്ത് 5 പാക്കറ്റാണ് ഉള്ളത് കേട്ടോ. അതിലിപ്പോൾ നമ്മൾ 2 പാക്കറ്റ് എടുക്കുന്നുള്ളൂ. ചെയ്തിട്ട് കൊള്ളാമെങ്കിൽ ബാക്കി കൂടി ഉണ്ടാക്കാം. മറ്റൊരു ചെറുതായിട്ട് തെറ്റിപ്പോയി. ഇത് ഇട്ടിട്ട് 3 മിനിറ്റ് ഇത് ബോയിൽ ആയിട്ട് വേണം അതിടാൻ. നേരത്തെ എടുത്തങ്ങ് അതിട്ട വെള്ളം പോലും തിളച്ചില്ല. ചിക്കൻ പീസ എന്തോ ഇത് എരിയുള്ളതുണ്ടാന്തോ. ഇത് 3 എണ്ണമായിട്ടാണ് വരണം. അതും കൂടി ഇടണോ? അറിഞ്ഞൂടാ. ഇതാണ് കേട്ടോ. നമുക്കത് വേണ്ട. 2 എണ്ണം എടുത്തോണ്ട് ഒരു ഇത്രയും സാധനം വന്നേട്ടോ. ഇതൊക്കെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ സംഭവം കാണുന്നത് അരിയിൽ. നമുക്ക് ഇഷ്ടമാത്ര ഇടാം. എങ്ങനെ എരി കൂടി പോയി നമുക്ക് കഴിക്കാൻ പറ്റും. അതാണ് ബാർബിക്യൂ സെറ്റപ്പ്. എരി ആണെങ്കിൽ ഒരെണ്ണത്തിന് പൊടിയും ചെറിയ ഇതുമാണ് കേട്ടോ. ചിക്കനൊക്കെ ഉണ്ടോ അവിടെ? എന്താ ചിക്കന്റെ ചെറിയ ചെറിയ പീസ് പോലത്തെ സാധനം പോണ്. അല്ല, തായ്ലൻഡില് ചിക്കൻ ഉണ്ടോ? തായ്ലൻഡ് ചിക്കൻ ഉണ്ടല്ലോ. കൊള്ളാമോ? ഇത് പൊടിയാണ്. ഇത് 3 നമ്മള് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഇടാൻ. ഇത് എന്താണ്? സീസണിങ് ഓയിൽ, സോയാ സോസ്, ചില്ലി സോസ്. നീ ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ ഇങ്ങനെ? ഇല്ല, ഇത് കണ്ടിട്ടില്ല ഞാൻ. പക്ഷെ ഞാൻ ഇടയ്ക്ക് മാഗി ഉണ്ടാക്കുമ്പോൾ സോയാ സോസ്, ചില്ലി സോസ് ഒക്കെ ഇട്ട് കഴിച്ചിട്ടുണ്ട് പണ്ട്. പക്ഷെ അതിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. അവിടുത്തെ നൂഡിൽസ് ആവോ ഇല്ല നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? നൂഡിൽസ് കഴിച്ചാ അവിടുത്തെ? കൊള്ളാമോ? തിളച്ച് ഇട്ടോ നൂഡിൽസ് ഇട്ടോ. പയ്യെ അത് അടച്ചു വെക്കണം അങ്ങോട്ടെ. അങ്ങനെയൊന്നുമില്ല. കുക്ക് ഫോർ 5 മിനിറ്റ്സ് എന്നേ ഉള്ളൂ. ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുത്തു. ഇത് സ്ട്രെയിൻ ചെയ്ത് വെള്ളം കളഞ്ഞ് മാറ്റിയിട്ട് വേണം ഇത് ഒഴിക്കാൻ. പെറ്റുണ്ടോ? 1000 രൂപ പെറ്റേ. റിമൂവ് നൂഡിൽസ് ഫ്രം വാട്ടർ ആൻഡ് കുക്ക് വെൽ. ആഡ് നൂഡിൽസ് ടു ദ ഫ്രം വാട്ടർ എന്ന് റിമൂവ് ചെയ്യുക. പിന്നെയാണ് സീസണിങ് വെക്കാൻ. കാരണം വെള്ളം ഇത് അഴിച്ചു കഴിഞ്ഞാൽ വെള്ളം പോലെ ആവൂലേ. ഒരുമിച്ച് ഒഴിച്ചാലോ? ഒരുമിച്ച് ഒഴിക്കാം. എങ്ങനെ ഉണ്ടാവും എന്തോ കഴിക്കുമ്പോ. എല്ലാം ഒഴിച്ചാ 2 പാക്കറ്റ് ഇത്രയും വരും. വലിയ കളറൊന്നും ഇല്ല അല്ലേ? ഞാൻ വിളിച്ച് ഓവർ കളർ ആയിക്കോന്ന്. അല്ല, ഇതിന് കൊള്ളൂല്ലെങ്കിൽ നമുക്ക് പ്ലേറ്റിലാക്കണ്ടല്ലോ. കഴിച്ചോ. കൊള്ളൂലേ? കൊള്ളാമോ? സീരിയസ്ലി കൊള്ളാം.
ഓക്കെ. ഭയങ്കര സൂപ്പർ എന്ന് ഞാൻ പറയുന്നില്ല. നമ്മുടെ ഇവിടുത്തെ മാഗിയുടെ ടേസ്റ്റിന്റെ അത്രയും വരുമോ? മാഗി ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാറില്ല. ഞാൻ മറ്റേ എണ്ണയൊക്കെ ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഈ ടൈപ്പൊക്കെ നൂഡിൽസ് ഉണ്ടാ വേണോ? നൂഡിൽസ് വേണോ? കഴിച്ചോക്ക്. അതിന് മാഗി വേറെ ടേസ്റ്റ് അല്ലേ? ഡിഫറെന്റ് ടേസ്റ്റ്. കൊള്ളാം കേട്ടോ. ഞാൻ വെച്ച പണി കിട്ടു. ഓവർ സ്പൈസ് ഒന്നുമില്ല, കഴിക്കാൻ പറ്റണ സൈസ്. മാഗി നോക്കിക്കൊണ്ടിരിക്കുന്നു. തന്നില്ലേ അമ്മ? തന്നില്ലേ? വേഗം നോക്കണ്ട ഈ ദയനീയായിട്ട്. അമ്മ കണ്ട മാഗി കഴിക്കണ തന്നില്ലേ എനക്ക്? ഓ ചെറിയൊരു ബാർബിക്യൂന്റെ ഒക്കെ ചെറിയൊരു ടേസ്റ്റ് ഉണ്ട്. മോശമെന്ന് പറയാൻ പറ്റൂല. ഓക്കെയാണ്. ഞാൻ ഇത്രയൊക്കെയാണ് അവിടെ നിന്ന് പർച്ചേസ് ചെയ്തത്. ഇത്രയൊക്കെ തന്നെ ധാരാളം. കാരണം ഇത്ര കൊണ്ടുവരാൻ പറ്റില്ല. എന്നാൽ 7 കിലോയ്ക്കകത്ത് നമുക്ക് സാധനം കൊണ്ടുവരാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ കുറെ പരിപാടികളുണ്ട് അവരുടെ. മേക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് തോന്നില്ല. എനിക്ക് സോപ്പ് ഇഷ്ടപ്പെട്ടു, പൈനാപ്പിളിന്റെ. പിന്നെ എനിക്ക് മറ്റേ ഡ്രസ്സ് ആ തായ്ലൻഡിന്റെ അത് ആ റെഡും ഇഷ്ടപ്പെട്ട്, വൈറ്റും ഇഷ്ടപ്പെട്ടു. പിന്നെ വാവയുടെ ക്യാപ്പും എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാം. ഓക്കെ, സാറ്റിസ്ഫൈഡ് അല്ലേ? അപ്പൊ ഇതുപോലെ തന്നെ തായ്ലാന്റ് വിട്ട ഇതുപോലത്തെ ഗിഫ്റ്റ് ഞാൻ മേടിച്ചോണ്ട് വരും. വേണ്ടേ? ബുദ്ധിമുട്ടായാലോ? വേണ്ടേ? എനിക്കെന്ത് ബുദ്ധിമുട്ട്? അപ്പൊ മാഗി ഓക്കെ ഭയങ്കര സൂപ്പർ. സൂപ്പർ അല്ല, ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ്. ഒരു തവണയൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. അല്ല നമ്മൾ ഇവിടുത്തെ മാഗിയുടെ അത്ര ടേസ്റ്റ് വരത്തില്ല. അവിടെ മറ്റേ സാധനം ഉണ്ട്, അതിനെന്നറിയാമോ? ഈ ലോകത്തിലെ ഏറ്റവും സ്പൈസി ആയിട്ടുള്ള നൂഡിൽസ് ഇല്ലേ, അത് അവിടെ ഉണ്ടായിരുന്നു. ഞാൻ അത് മേടിച്ചില്ല കേട്ടോ. വാങ്ങണ്ട ഒരു കഴിക്കാന്. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ആയിട്ട് ഇടുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത്. ബൈ ഗൈസ്, ലവ് യു ഓൾ.